വരുന്ന ജനുവരിയിലാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുക്കുക. അധികാരത്തിലെത്തിയാൽ അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ നാടുകടത്തുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ട്രംപ് അധികാരത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ആശങ്കയിലാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും സ്റ്റാഫുകളും കോളേജിലേക്ക് മടങ്ങി വരണമെന്ന് കാണിച്ച് സർവകലാശാല മെയിൽ അയച്ചതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. എല്ലാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ഇപ്പോൾ ആശങ്കാകുലരാണെന്ന് കൊളറാഡോ ഡെൻവർ സർവകലാശാലയിലെ പ്രൊഫസർ ക്ലോ ഈസ്റ്റ് പറഞ്ഞെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തലാണ് അധികാരത്തിലേറിയ ഉടനെ നടപ്പിലാക്കാൻ പോകുന്നത്. നാടുകടത്തലിനെ സഹായിക്കാൻ US സൈന്യത്തെ ഉപയോഗിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഹയർ ഇമിഗ്രേഷൻ പോർട്ടലിൽ നിന്ന് വ്യക്തമാകുന്നത് 4 ലക്ഷത്തിലധികം രേഖകളില്ലാത്ത വിദ്യാർത്ഥികൾ US-ൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർന്നെന്നാണ്. നാടുകടത്തൽ പട്ടികയിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്കായി വിശാലമായ താമസ സൗകര്യം നിർമ്മിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുമാത്രമല്ല, അക്രമാസക്തരായ കുറ്റവാളികളെയും ദേശീയ സുരക്ഷാ ഭീഷണിയാകുന്നവരെയുമാണ് നാടുകടത്തുന്നതിന് മുൻഗണന നൽകുകയെന്നും പറയുന്നുണ്ട്. എങ്കിലും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ആശങ്കയ്ക്ക് കുറവില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കുടിയേറ്റത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇപ്പോൾ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് പ്രൊഫസർ ഈസ്റ്റ് BBCയോട് പറഞ്ഞു. ധാരാളം വിദ്യാർത്ഥികൾക്ക് അവരുടെ വിസകളെക്കുറിച്ചും വിദ്യാഭ്യാസം തുടരാൻ അനുവദിക്കുമോ എന്നുമുള്ള ആശങ്കകളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശൈത്യകാല അവധിയാണ് ഇപ്പോൾ. ട്രംപ് ജനുവരി 20-ന് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോട് തിരിച്ചെത്താൻ മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. 2016-ൽ ട്രംപ് പ്രസിഡന്റായിരിക്കെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യം കണക്കിലെടുത്താണ് ഈ ഉപദേശം സർവകലാശാല അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും ഫാക്കൽറ്റികൾക്കും നൽകിയിട്ടുള്ളത്. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും വെസ്ലിയൻ യൂണിവേഴ്സിറ്റിയും ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ US-ലേക്ക് മടങ്ങാൻ വിദ്യാർത്ഥികളോടും ജീവനക്കാരോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ട്രംപിന് കീഴിൽ US-ചൈന ബന്ധം എങ്ങനെ മാറുമെന്നതിനെക്കുറിച്ച് ഏഷ്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രൊഫസർ ക്ലോ ഈസ്റ്റ് പറഞ്ഞു. അതേസമയം അമേരിക്കയിലേക്ക് അതിർത്തി കടന്നെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് 1,70,000-ഓളം ഇന്ത്യക്കാരെയാണ് 2020-ന് ശേഷം ഹോംലാൻഡ് സെക്യൂരിറ്റി നാടുകടത്തിയത്. കുടിയേറ്റക്കാരിൽ അധികവും പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് സംസ്ഥാനത്തു നിന്നുള്ളവരാണ്. ഈ വർഷം സെപ്റ്റംബർ വരെ 1000-ഓളം ഇന്ത്യക്കാരെയാണ് അമേരിക്ക നാടുകടത്തിയത്. 2,715 പേരെ ജൂണിൽ മാത്രം നാടുകടത്തി. മെക്സിക്കോ, കാനഡ അതിർത്തികളിലൂടെ ഒറ്റയ്ക്കും കുടുംബമായും അമേരിക്കയിലെത്താൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വർദ്ധിച്ചുവെന്ന് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വ്യക്തമാക്കുന്നുണ്ട്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കുടിയേറ്റക്കാരിൽ അധികവും. ബാക്കിയുള്ളവർ ഗുജറാത്തിൽ നിന്നുള്ളവരുമാണ്. അതിൽ തന്നെ ഭൂരിഭാഗവും സിഖ് വിഭാഗക്കാരാണ്. 2021 കാലയളവ് വരെ യുവാക്കളുടെ ഒറ്റയ്ക്കുള്ള ശ്രമങ്ങളാണ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ 18% വരെ കുട്ടികളുമായി അതിർത്തി കടക്കുന്ന കുടുംബാംഗങ്ങളാണെന്നാണ് അധികൃതർ പറയുന്നത്. 2022-ലെ കണക്കനുസരിച്ച് മെക്സിക്കോ, എൽ സാൽവദോർ കുടിയേറ്റക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റം ഇന്ത്യയിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.